ഹെൻറിയറ്റ ലാക്സ് ആഫ്രിക്കൻ അമേരിക്കൻ കറുത്ത വംശജ. അമേരിക്കയിലെ വിർജീനിയയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഹെൻറിയറ്റ ലാക്സിന്റെ ജീവിതം സംഭവബഹുലമായ മുഹൂർത്തങ്ങൾ കൊണ്ടൊന്നും തന്നെ സമ്പന്നമല്ലായിരുന്നു. പുകയിലത്തോട്ടത്തിലെ ജോലിയായിരുന്നു കുടുംബപരമായി ചെയ്തു വന്നിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഡേവിഡ് ലാക്സ് എന്ന ബാല്യകാല സുഹൃത്തിനെ വിവാഹം ചെയ്തു. 1950 അവസാന കുഞ്ഞിന് ജന്മം നൽകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. കറുത്ത വംശജരെ ചികിത്സിച്ചിരുന്ന ഒരേയൊരു ആശുപത്രിയായ ജോൺ ഹോപ്കിൻസിൽ ലാക്സും ചികിത്സ നേടി. തിരിച്ചു രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ക്യാൻസർ കാർന്നു തിന്ന ലാക്സ് അധികം താമസിയാതെ മരണപ്പെട്ടു. പക്ഷേ അവരെ ചികിത്സിച്ചിരുന്ന ജോർജ് ഓട്ടോഗെ എന്ന ഡോക്ടർ ലാക്സ് അറിയാതെ അവരുടെ ക്യാൻസർ കോശങ്ങൾ എടുത്തു സൂക്ഷിച്ചിരുന്നു. കോശങ്ങൾ എടുത്തു പരീക്ഷിച്ച ഗെ അത് അനശ്വരമാണെന്ന് കണ്ടെത്തി. സാധാരണ കാണാത്ത ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നു. സാധാ മനുഷ്യകോശങ്ങൾ എത്ര തന്നെ അനുകൂല സാഹചര്യമായാലും അധികനാൾ നിലനിൽക്കില്ല, അവ നശിച്ചു പോകും. എന്നാൽ ലാക്സിന്റെ കോശങ്ങൾക്ക് അങ്ങനെ നശിക്കുന്ന ഒരു സ്വഭാവമേ ഇല്ലായിരുന്നു. വളരെ വയലന്റായി വിഭജിച്ചു കൊണ്ടിരിക്കുന്ന കോശങ്ങൾ, അതായിരുന്നു ഹെൻറിയറ്റ ലാക്സിന്റെ കോശങ്ങളുടെ പ്രത്യേകത. മരിക്കാത്ത കോശങ്ങൾ, അതായത് ആദ്യത്തെ ഇമ്മോർട്ടലൈസ്ഡ് കോശങ്ങൾ. ഹെൻറിയറ്റ ലാക്സ് എന്നതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഹീല എന്ന പേര് ഈ കോശങ്ങൾക്ക് നൽകിയത്. ലാക്സ് മരണപ്പെട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ കുടുംബത്തിന് കോശങ്ങൾ ജീവിച്ചിരിക്കുന്ന കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വളരെ വൈകിയാണ് കുടുംബം പോലും ഈ വിവരം അറിയുന്നത്. 1951 മരണപ്പെട്ട ലാക്സിന്റെ കോശങ്ങൾ ഇന്നും ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള സയൻസ് ലാബുകളിൽ പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. 1,50,000 പരം അറിയപ്പെടുന്ന പരീക്ഷണങ്ങൾ മാത്രം ഈ കോശനിരകളിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു. അറിയാത്തത് എത്രയോ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു തെളിഞ്ഞത് ഹീല കോശങ്ങളിലാണെന്ന് എത്ര പേർക്കറിയാം. മരണപ്പെട്ട് 70 വർഷങ്ങൾ പൂർത്തിയായിട്ടും ഇന്നും മരണമില്ലാതെ കോടിക്കണക്കിന് ജനങ്ങൾ ജീവവെളിച്ചം നൽകുന്ന ലാക്സ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി താനും മാറുമെന്ന്.